അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ട് അതിനൊരു സ്പേസ് എനിക്ക് കിട്ടുന്നില്ല. പ്രൊപ്പഗൻഡ സെക്രട്ടറി അത് എനിക്ക് ഓഫർ ചെയ്തതാണ് അവർ. അപ്പോൾ ഈ 2026 ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരു വാടാനപ്പള്ളിയിലത്തെ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ശക്തമായി നിന്നു. മനസ്സിലായില്ലേ? വാടാനപ്പള്ളിയിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത രീതിയിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ച ഒരാളാണ് ഒറ്റയ്ക്ക്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരും കോൺഗ്രസിന്റെ കാര്യങ്ങളും എന്നെ വളഞ്ഞു. പോലീസ് വന്നിട്ട് പോലീസിന്റെ ശക്തി പോരാതെ DGP കേന്ദ്രസേന അവിടേക്ക് അയച്ചു. എൻ്റെ അടുത്ത് DGP വിളിച്ച് പറഞ്ഞു, ദേവൻ അവിടെ വലിയൊരു പ്രശ്നം നടക്കും, ഒരു കലാപം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവന് സൂക്ഷിക്കണമെന്ന് DGP എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു എൻ്റെ സുരക്ഷ നോക്കാനായിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അവിടെ കലാപം ഇല്ലാതെ നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങടാ, താഴെ നിന്ന് ഇറങ്ങണമെന്ന് പല ശബ്ദങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബീരു, ദേവൻ ഇറങ്ങടാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നങ്ങൾ, ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനങ്ങ് ഇറങ്ങി ചെന്നു, ക്രൗഡിലേക്ക് കയറങ്ങ് ചെന്നു. അപ്പോഴേക്കും പോലീസിനെ തടഞ്ഞു. സാറേ, ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സമോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ കാരണം അതിൽ BJP-യിലത്തെ ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നു, ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൊരു അണികൾ, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അണികളാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു കല്ല് വന്ന് വീണാൽ അത് ഇവിടെ ഭയങ്കര ഇതായിട്ട് മാറും. അതുകൊണ്ട് ഇപ്പോൾ എന്നാലും ഞാൻ കറക്റ്റായിട്ട് എൻ്റെ വായ കൊണ്ട് ശരിക്ക് പ്രതികരിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ട് അതിനൊരു സ്പേസ് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എൻ്റെ മനസ്സിലുള്ള സംഗതിയാണ്. സ്പേസ് എന്ന് പറയുന്നത് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് തന്നെയല്ലേ? പോസ്റ്റ് കിട്ടിയാൽ പോരല്ലോ, എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ കിട്ടണ്ടേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള വരണ്ടേ. ഇലക്ഷൻ സീറ്റാണോ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് നിങ്ങൾ പറയണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ ചോദ്യം നല്ലതാണ്. കാരണം ആൾക്കാർ പറയും ചിലപ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണോ? അല്ല, ഞാൻ സീറ്റിൻ്റെ മോഹിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സീറ്റിന് മോഹിച്ചിട്ടല്ല ഞാനിവിടെ ഈ BJP-യിൽ ചേർന്നത്. എനിക്ക് സീറ്റൊന്നും, ഞാൻ അതിലും വലുത് നോക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ ആ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങ് ചുരുങ്ങും. അത് എങ്ങനെയാണെന്ന് ആ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷൻ ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൊപ്പഗൻഡ സെക്രട്ടറി അത് എനിക്ക് ഓഫർ ചെയ്തതാണ് അവർ. അതായത് കേരള സ്റ്റേറ്റിന്റെ പ്രൊപ്പഗൻഡ സെക്രട്ടറി ആയിട്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോ വീടുകളിലും ഈ മുസ്ലിംസിന്റെ വീടുകളിലും ഹിന്ദുക്കളുടെ വീടുകളിലും ക്രൈസ്തവർ വീടുകളിലും ഞാൻ നേരിട്ട് ചെന്നിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനൊരു പ്രൊപ്പഗൻഡ സെക്രട്ടറി ആണെന്ന് പറയണം, അല്ലാണ്ട് വെറുതെ പോയിട്ടായിട്ട് കാര്യമില്ല. ഒരു സംശയം കൂടെ ചോദിക്കട്ടെ, BJP അത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയതല്ലേ? ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ പോലും ഉദാഹരണമായി പറഞ്ഞാൽ ബിഷപ്പ് ഹൗസുകളിൽ കേന്ദ്രമന്ത്രിമാർ ബിഷപ്പ് ഹൗസ് ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. ബിഷപ്പ് ഞാൻ പറഞ്ഞ ഈ പാർട്ടി, ഞാൻ പറഞ്ഞ ഈ മത മേലാക്കന്മാരെ എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. ജനങ്ങൾ വേറെയാണ്, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾ എന്ന് പറയുന്നതല്ല, വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സന്യാസിയുടെയോ അല്ലെങ്കിൽ ഒരു മതാധ്യക്ഷന്റെയോ ഒരു വാക്ക് കേട്ടിട്ട് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ സംസ്കാരമുള്ള വോട്ടേഴ്സ്. ഇൻഡിപെൻഡൻ്റ് ആയി ചിന്തിക്കുന്നവർ ആര് എന്ത് പറഞ്ഞാലും, നിങ്ങളെ ഇന്ന് ഈ പാർട്ടിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും മലയാളികളുടെ അടുത്ത് അത് നടക്കില്ല. മലയാളികൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആണ്, ബോധമുള്ളവരാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ പേഴ്സണൽ ടച്ച് വേണം. അത് ഞാൻ എൻ്റെ പാർട്ടി കൊണ്ട് നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ ഞാൻ പേഴ്സണലായിട്ട് പോകാറുണ്ട്. BJP-യെ സംബന്ധിച്ചുകൊണ്ട് അവർ മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ വലിയ നേട്ടമുണ്ടാക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, 3 MLA-മാരെ വന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലൊക്കെ ഭരണത്തിലിരുന്നു. വലിയ തെരഞ്ഞെടുപ്പ് നേട്ടത്തിൽ ജനകീയ അടിത്തറ അവരുടെ വിവരപ്പെടുത്തി വരുന്ന സമയത്താണ് താങ്കൾ അതിനോട് ബന്ധം വേർപിരിയുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പാർട്ടി നേട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തള്ളി പറഞ്ഞ് പുറത്തേക്ക് പോരാനൊരു കാരണം? പാർട്ടി നേട്ടത്തിലേക്കല്ല പോകുന്നത്. ഇപ്പൊ 11% വന്നിട്ട് 20% വരെ എത്തിയതാണ് പാർട്ടി. എന്തുകൊണ്ട് 11 വന്നു? അപ്പോൾ മുന്നോട്ട് പോവാണോ കീഴ്പോട്ട് പോവാണോ? 16 നിന്നിരുന്നത്. പിന്നെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 19% കിട്ടി. ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ എന്തുകൊണ്ടാണ് 11.5 ആയിട്ട് വന്നത്? എന്തുകൊണ്ടാണ്? വളരുകയാണോ ചുരുങ്ങുകയാണോ ചെയ്തത്?
അപ്പം അതാണ് എൻ്റെ പോയിന്റ്. അതിനെ വളർത്തണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊപ്പഗൻഡ പാടില്ല എന്ന് പറഞ്ഞു.